എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കാരാട്ട് കുറീസ് ധനക്ഷേമ നിധി തുടങ്ങിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകൾ നിക്ഷേപകരെ വഞ്ചിച്ചു മുങ്ങിയ സംഭവത്തിൽ ഡയറക്ടറും ഇരയായതായി ആരോപണം. ധനക്ഷേമ നിധിയുടെ ഡയറക്ടറായിരുന്ന സീരിയൽ നടൻ കൂടിയായ ഹരീന്ദ്രൻ നായരാണ് താനും തട്ടിപ്പിന് ഇരയായവരിൽ പെടുമെന്ന് പറഞ്ഞത്. നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹരീന്ദ്രൻ നായർ 2 മാസം മുൻപ് തന്നെ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞിരുന്നതായി വെളിപ്പെടുത്തിയത്. 2019 കമ്പനിയുടെ ബ്രാഞ്ച് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി ധനക്ഷേമ നിധിയിലെത്തുന്നത്. തുടർന്ന് സ്ഥാപനത്തിന്റെ ഉടമകളായ സന്തോഷ് കുമാർ, മുബഷിർ എന്നിവർ ഹരീന്ദ്രന്റെ വീട്ടിലെത്തി ഡയറക്ടറാകാൻ ക്ഷണിക്കുകയായിരുന്നു. തുടർന്ന് 2 ലക്ഷം രൂപ സ്ഥിരം നിക്ഷേപമായി ഇടുകയും 2 ലക്ഷം രൂപ പണമായി നൽകുകയും ചെയ്തു. സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്നുവെങ്കിലും ധനക്ഷേമ നിധിയുടെ കീഴിൽ തുടങ്ങിയിരുന്ന കരുളായിലെ സ്കൈസോൺ എന്ന സൂപ്പർ മാർക്കറ്റിൽ എല്ലാ ജോലികളും ചെയ്തിരുന്നു. അതേസമയം ഡയറക്ടർ ബോർഡ് യോഗങ്ങളിലേക്ക് ക്ഷണിക്കുകയോ തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിയാക്കുകയോ ചെയ്തിരുന്നില്ല. 4 മാസം മുൻപ് സ്ഥാപനത്തിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ട് ഡയറക്ടർ പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്ന് ഉടമകളോട് പറഞ്ഞിരുന്നു. തുടർന്ന് നിക്ഷേപിച്ച പണം ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ തരാനാകില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും ഹരീന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. അപ്പോൾ ഹരീന്ദ്രൻ എന്ന പേരിനേക്കാൾ ഉപയോഗിച്ചിരിക്കുന്ന അവിടെ ഹൈപ്പ് കൂടാൻ വേണ്ടിയിട്ട് പ്രശസ്ത സീരിയൽ നടന്നു എന്നൊക്കെയുള്ളതാണ്. ഞാൻ പറയാനൊക്കെ എനിക്കിപ്പോൾ ഈ കാരാട്ട് കുറീസിനെ സംബന്ധിച്ചോ അതിൻ്റെ രേഖകൾ ഞാൻ ഇതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതുപോലെ ധനക്ഷേമ നിധി ലിമിറ്റഡ് ഇതുപോലെ ഈ ഒരു സംഭവത്തേക്കാൾ കൂടുതൽ എൻ്റെ ലോകം എന്ന് പറഞ്ഞത് അഭിനയം, എൻ്റെ ജീവിതവും കാര്യങ്ങളൊക്കെ തന്നെ. കാരണം അതിൽ കൂടെ നമുക്ക് ഫേസ് ടു ഫേസ് നമ്മൾ ഇന്നും നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് ജനങ്ങളെ കാണുന്നുണ്ട്. ഇന്നും ഈ വാർത്ത വന്നിട്ട് പോലും വിശ്വസിക്കാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ. എന്നെ 1-2 പേരെ എന്നെ വിളിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി എൻ്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട, കാരണം എനിക്ക് ഇവിടെ ഒന്നും വലിയ കൂട്ടുകാരില്ല. അപ്പോൾ നാട്ടിൽ അത് വിളിച്ച് അവരങ്ങനെ അറിയുന്ന എല്ലാം അറിയാം, അങ്ങനെ പത്രത്തിൽ വന്നു, എന്താ എൻ്റെ സത്യാവസ്ഥ എന്ന് അറിയില്ല. അപ്പം ഞാൻ അതിന് പറയുന്നുണ്ട്, അവരോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അവർ അറിയാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് എന്നുള്ള രീതിയിലാണ് ഞാനത് പോയത്. എൻ്റെ പേര് ഇപ്പോൾ അങ്ങനെ സീരിയൽ നടൻ എന്നുള്ള രീതിയിലേക്ക് അവർ വലിച്ചിഴക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യനുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ആളുകൾക്ക് പലർക്കും ഇതിന് പിന്നിൽ പറഞ്ഞുണ്ടാക്കാം. ഈ കാരാട്ട് കുറീസിന്റെ പൈസ കാര്യങ്ങളൊന്നും ഒരു സീരിയൽ നടൻ അടിച്ചു കൊണ്ടുപോയി. ഇന്നലെ എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റാഫ് വന്നപ്പോൾ അവൻ പറഞ്ഞൊരു വർത്താനാണ് പൂക്കോട്ടുംപാട ഏരിയയിലൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിനെയും ഫേസ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് അവർക്കൊന്നും പോയി ഒളിച്ചോടി പോയ ആളുകൾ എന്ന് പറഞ്ഞാൽ ആ ആളുകളെ പോലെ ഞാൻ ഒളിച്ചോടിയിട്ടില്ല. ഇന്നും എന്നിൽ എൻ്റെ ശരി ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിയമപരമായിട്ട്, കാരണം ഇതിന്റെ പിന്നിൽ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും വരുമല്ലോ ഒരു ദിവസം. കാരണം ചില്ലറ എമൗണ്ട് ഒന്നല്ല. നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഒരുപാട് കേസുകളിലൊക്കെ പത്രത്തിൽ വായിക്കുന്നുണ്ട്, ED എന്നൊക്കെ കേൾക്കുന്ന പോലെ അവരൊക്കെ തന്നെ വരും. ഞാൻ അതിന് ഫേസ് ചെയ്യാൻ സന്തോഷപൂർവ്വം നിൽക്കുകയാണ്. കാരണം അങ്ങനെയൊക്കെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട് അവരൊക്കെ പിടിക്കപ്പെടണം. അതിന് എൻ്റെ ആവശ്യം. എൻ്റെ അക്കൗണ്ടുകൾ ഇന്ന് എൻ്റെ അക്കൗണ്ട്, എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ട്, അമ്മയുടെ അക്കൗണ്ട്, എൻ്റെ ഫാമിലി അക്കൗണ്ട്, ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഇതിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ ഒരാളെടുത്ത് പോലും ഫസ്റ്റ് കാര്യം പൈസ പിരിക്കാനോ ഇവരൊരു മീറ്റിങ്ങുകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ പങ്കെടുക്കാത്തൊരു വ്യക്തിയാണ്. അത് ഞാൻ നിലനിൽക്കാൻ നമുക്ക് അനുവാദം ഇല്ലാത്ത പോലെയാണ്. ഞാൻ ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല. ആരോടും പൈസ വാങ്ങിക്കാനോ അല്ലെങ്കിൽ പൈസ പിരിക്കാനോ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല. മാത്രമല്ല എൻ്റെ ചെക്കുകളോ കാര്യങ്ങളോ ഒന്നുമല്ല കൊടുക്കുന്നത് ഇവരതൊക്കെ. പിന്നെ നമുക്ക് ഒരാളില്ലാതെ ആയി കഴിഞ്ഞാൽ മറ്റൊരാളെ പിടിക്കുക എന്ന് പറയാൻ എളുപ്പം തന്നെ, മറ്റൊരാളെ പിന്നാലെ പോകുമല്ലോ. നിലവിലുള്ള ജോലിക്കാരെ പ്രയാസം എന്നെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ച, ഞാൻ ഈ മാനസികതയ്ക്ക് ഇത് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ജോലിക്കാരെന്ന് പറഞ്ഞാൽ അവർ വെറും ജോലി, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എൻ്റെ ഷോപ്പിൽ 6 ജോലിക്കാരല്ല 7 ജോലിക്കാർ. ആ 7 ഞാനാണ്. കാരണം ഇന്ന് ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഇന്ന് ഈ സീരിയൽ നടന്നാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടാവും അവർ സീരിയൽ കാണുമ്പോൾ ഈ മുഖമല്ല. ഏകദേശം 2-3 വർഷത്തെ എൻ്റെ അധ്വാനമാണ് എൻ്റെ ഈ ശരീരം. അപ്പോൾ അതെനിക്ക് സത്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയും അധ്വാനിച്ചിട്ട് അവരെ പോലെ ജോലി ചെയ്തിട്ട് നിൽക്കുന്നത്, ഡ്രൈവർ പണിയെടുക്കും. കാരണം അത്രയും ലാഭകരമുള്ള കടയില്ല, നഷ്ടത്തിൽ വിടുന്ന കടയാണ് ഇപ്പോൾ നമുക്കൊരു നിലവിലുള്ള ഞാൻ നോക്കുന്ന സ്കൈസൺ സൂപ്പർ മാർക്കറ്റ്. അതിന് കച്ചവടമായി വരണം. അപ്പം തന്നെ ഇവരെ അനുബന്ധപ്പെട്ട കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് തന്നെ ഒരു പ്രശ്നം വരും. നമുക്കിപ്പോൾ നിലവിലുള്ള കരുളായിലാണ്.
പിന്നെ ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു വാർത്താ പരിപാടികൾ ഈ ജോലിക്കാർക്ക് ഉണ്ടായ അവസ്ഥകൾ ശരിയാണ്, ജോലിക്കാർക്ക് രോഷം ഉണ്ടായിരിക്കും. കാരണം അവരെ സ്വന്തം ഈ പ്രോപ്പർട്ടി ആയിട്ടുള്ള ആഭരണങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർക്ക് പുറത്തിറങ്ങാനും പറ്റില്ല, സ്വാഭാവികമായിട്ട് അവർ വീട്ടിലും കയറാൻ പറ്റില്ല. ഇതൊക്കെ ഇവര് വിശ്വസിച്ചുകൊണ്ട് ചെയ്തതാണ്. എന്നാ ഇവർ ഈ ആഭരണങ്ങളും സ്വർണ്ണങ്ങളും ഊരി കൊടുത്തു എന്ന് പറയണതിൽ ഞാനില്ല. ആരുടെ കയ്യിൽ നിന്ന് തുറന്നിട്ടാ പറയുന്നത്, ആരുടെ കയ്യിൽ നിന്ന് ഒരു ആഭരണം പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എല്ലാത്തിനും എല്ലാ വാർത്തകളും കഴിയുന്ന പ്രശസ്ത സീരിയൽ നടൻ അല്ല. തുടക്കകാലം മുതൽ ഈ അവസാന ഈ സമയങ്ങളിൽ വരേക്ക് ഞാൻ അതിന്റെ ബന്ധം എന്താണ് സ്വാഭാവികമായിട്ടൊരു തനിക്ക് കാരാട്ട് കുറീസുമായി ഒരു ബന്ധവുമില്ലെന്നും സഹോദര സ്ഥാപനമായിരുന്ന ധനക്ഷേമനിധിയുടെ മാത്രം ഡയറക്ടർ ആയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധനക്ഷേമനിധിക്ക് മറ്റ് ബ്രാഞ്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആരുടെ കയ്യിൽ നിന്നും പണമോ നിക്ഷേപങ്ങളോ താൻ സ്വീകരിച്ചിട്ടില്ല. തന്റെ നിക്ഷേപത്തിന് തുടക്കത്തിൽ പ്രതിഫലം നൽകിയിരുന്നുവെങ്കിലും പിന്നീട് അത് നിലച്ചു. കരുളായിൽ പ്രവർത്തിക്കുന്ന സ്കൈസോൺ എന്ന സൂപ്പർ മാർക്കറ്റ് തന്റെ കൂടി അധ്വാനത്തിന്റെ ഫലമായി നിലവിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദീപാവലിക്കാലത്ത് പണം കൊടുക്കാനുണ്ടായിരുന്നവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണമെല്ലാം ഉടമകൾ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ആരും അറിയാതെ മാറ്റിയിരുന്നു. തുടർന്ന് ബാങ്കുമായി ഇടപെട്ട് പണം പിൻവലിക്കാനുള്ള ഉടമകളുടെ അവകാശം ഉടമകളുടെ സമ്മതത്തോടെ തന്നെ ഇല്ലാതാക്കി. 10 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് നിലവിൽ ഈ സ്ഥാപനത്തിനുള്ളത്. ഇത് നന്നാക്കിയെടുക്കുമെന്നും സ്ഥാപനം അടച്ചുപൂട്ടില്ലെന്നും ഹരീന്ദ്രൻ വിശദീകരിച്ചു. എ+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അയാട്ട തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1 VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.